ഇന്ത്യ മുന്നണിയിൽ വിള്ളൽ വീണിട്ടും CPIM BJP ഡീൽ ആരോപണം കടുപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി. UDF നേരിടുന്നത് BJP പിന്തുണയ്ക്കുന്ന LDF-നെയാണെന്നും പിണറായി വിജയനെതിരെ BJP ഒന്നും പറയുന്നില്ലെന്നും രാഹുൽ ആരോപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയും രാഹുലിന്റെ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവ വിഷയമായി. പ്രധാനമന്ത്രി അടക്കം ഈ വിഷയം മറച്ചുവെക്കുന്നത് CPIM-നെ സഹായിക്കാനാണെന്നും രാഹുൽ കടന്നാക്രമിച്ചു. CPIM-നെ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന് വിളിച്ച് BJP-യുമായുള്ള ഡീൽ ആരോപണത്തിന് തുടക്കമിട്ടത് രാഹുൽ ഗാന്ധിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടുവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴും മുഖ്യമന്ത്രിയെയും CPIM-നെയും ഡീലിൽ തളച്ചിടുകയാണ് രാഹുൽ. കേരളത്തിലെ BJP-യും CPIM-ഉം ഒന്നാണെന്നും UDF-നെതിരെയാണ് ഇരു മുന്നണികളുടെയും മത്സരമെന്നും പറഞ്ഞ് രാഹുൽ ആരോപണം കടുപ്പിച്ചു. നരേന്ദ്രമോദി ട്രംപ് നിയന്ത്രിക്കുന്നത് പോലെയാണ് മോദി പിണറായി വിജയനെ നിയന്ത്രിക്കുന്നതെന്നും രാഹുലിന്റെ കടന്നാക്രമണം. Donald Trump controls Mr. Modi controls the Chief Minister of Kerala. കേരളത്തിൽ ഇടതുമുന്നണി ഇടതുപക്ഷമല്ലെന്നും രാഹുൽ വിമർശിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം LDF-ന് തിരിച്ചടിയായ ശബരിമല സ്വർണ്ണക്കൊള്ളയും പത്തനംതിട്ടയിലെ പ്രചാരണത്തിൽ രാഹുൽ ആളിക്കത്തിച്ചു. സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് കേരളത്തിലെത്തിയ മോദി ഒരക്ഷരം മിണ്ടാതിരുന്നത് ഡീലിന്റെ ഭാഗമാണോ എന്നും രാഹുലിന്റെ ചോദ്യം. The Prime Minister came here yesterday to Kerala. In every speech, he is talking about temple and religion. But somehow, he has forgotten about what happened in Sabarimala. We don't make big speeches, but I guarantee you that the UDF government is going to make sure that the criminals who stole from the temple are finished, provided are given the punishment that they deserve. കർഷകരുടെ വോട്ടുറപ്പിക്കാനുള്ള പ്രഖ്യാപനവും രാഹുൽ പുതുപ്പള്ളിയിൽ നടത്തി. UDF അധികാരത്തിലെത്തുമ്പോൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ റബ്ബർ വില 250 രാഹുൽ ഉറപ്പു നൽകി. പരസ്യപ്രചാരണം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ UDF ക്യാമ്പിന് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ കേരള സന്ദർശനം. പത്തനംതിട്ട, കോട്ടയം ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.